Hi friends, welcome back to AlanAjax Creationz. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊട്ടാറ്റോ 65 ആണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാനായിട്ട് കിച്ചണിലോട്ട് പോവാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പൊട്ടാറ്റോ 65. അതിന് വേണ്ടത് പൊട്ടാറ്റോ ഒരു 1/4 കിലോ പൊട്ടാറ്റോ അത് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലിട്ടിരിക്കുന്നതാണ്. പിന്നെ ഒരു 150 ഗ്രാം സവാള അത് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി അത് മൂന്നും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഗരം മസാല, ഉപ്പ് അതും ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അത് ഒരു ടേബിൾ സ്പൂൺ. കോൺഫ്ലോർ പിന്നെ വേണ്ടത് ചോളപ്പൊടി അത് 3 ടേബിൾ സ്പൂൺ. പിന്നെ മല്ലിയില നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. ഇവിടെ നമുക്ക് സാധാരണ മല്ലിയല്ല ഉള്ളത്, ഇത് ആഫ്രിക്കൻ മല്ലിയാണ്, അതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇനി പൊട്ടാറ്റോ നമുക്ക് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാം. അതിന് ശേഷമാണ് ബാക്കിയുള്ള പ്രൊസീജിയർ വരുന്നത്. പൊട്ടാറ്റോ ഇട്ടുണ്ട്, അതിലേക്ക് വെള്ളമൊഴിച്ച് ഒരു നുള്ള് ഉപ്പ് ഇട്ടിട്ട് വേവിക്കുക, അല്ലെങ്കിൽ ആ പൊട്ടാറ്റോ കഷ്ണത്തുമ്പോൾ ഉപ്പ് ശരിക്കും പിടിക്കില്ല. ഇത് സ്റ്റവ് ഓൺ ചെയ്തിട്ട് വേവിക്കുക. നമ്മൾ പൊട്ടാറ്റോ പുഴുങ്ങി എടുത്തതിൻ്റെ ഇത്ര വെന്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് വേവ് കുറഞ്ഞാലും കുഴപ്പമില്ല. അതിലേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. നമ്മൾ എടുത്തു വെച്ച കോൺഫ്ലവർ ഇട്ടിട്ട് അത് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അത് എണ്ണയിൽ വറുത്ത് കോരണം. ഇപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിക്കുക. പൊട്ടാറ്റോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള എണ്ണ ഒഴിക്കുക. ഇത്ര മതിയാവും. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് സവാളയും സാധനങ്ങളെല്ലാം താളിച്ച് ഇടാം. പൊട്ടാറ്റോ അതിലിടാൻ പോവാണ്. പൊട്ടാറ്റോ ഫ്രൈ ചെയ്തത് ഗോൾഡൻ കളറായിട്ടുണ്ട്. അത് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് അതേ എണ്ണയിൽ തന്നെ, അതിലധികം എണ്ണയൊന്നുമില്ല, അപ്പോൾ നമുക്ക് അതേ എണ്ണയിൽ തന്നെ സവാളയും ഇതെല്ലാം വാട്ടിയെടുക്കാം. ഇനി സവാള അതിലിട്ടിട്ട് ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള വഴറ്റാൻ വെച്ചത് നന്നായി ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികളിടാം. അപ്പോൾ തീ നന്നായി കുറച്ച് വയ്ക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഇനി ഇതിലേക്ക് ഇടാനുള്ളത് ഗരം മസാലപ്പൊടി. ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് ഇട്ടാൽ മതി.
അപ്പോൾ മസാല ഇട്ടിട്ട് പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി അത് അപ്പോൾ ഈ പൊട്ടാറ്റോ ഇതിലേക്ക് ഇടാം. ഇതിലൊരു കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടാറ്റോ ഒന്ന് വേർതിരിഞ്ഞാണ് നിൽക്കണേ. അപ്പോൾ അതിലേക്കൊരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് 1 സ്പൂൺ ഒഴിച്ച് നോക്കാം. എന്നിട്ട് കറക്റ്റ് ആയിങ്ങ് പിന്നെ ആയില്ലെങ്കിൽ പിന്നെ വീണ്ടും 1 സ്പൂൺ കൂടി ഒഴിച്ചാൽ മതി. പിന്നെ പൊട്ടാറ്റോ വേവിച്ച വെള്ളം തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് 1, 2, 3 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ കുറച്ച് ഡ്രൈ ആയിരിക്കും, എന്നാലും ഒന്ന് ഇത് പിടിക്കണ്ട ഇതിലേക്ക്. ഒരു സ്പൂണും കൂടി ഒഴിക്കാമെന്ന് തോന്നുന്നു. 2 സ്പൂണും കൂടി ഈ വെള്ളമുണ്ട്. ആ വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു. എല്ലാം ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിയില ഉള്ളത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കാം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു അംശം വന്നപ്പോഴാണ് ശരിക്കത് ഇങ്ങനെ ആ പൊട്ടാറ്റോയിലേക്ക് ആ മസാലയൊക്കെ പിടിച്ചത്. അതുവരെ പൊട്ടാറ്റോ വേറെ ഇട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു, മസാല വേറെ പൊട്ടാറ്റോ വേറെ ആയിട്ട്. അപ്പോൾ ആ ഒരു 4-5 സ്പൂൺ വെള്ളം ഒഴിച്ചപ്പോൾ അത് പൊട്ടാറ്റോ തിളപ്പിച്ച വെള്ളം തന്നെ ആയതുകൊണ്ട് നല്ല കട്ടിയായിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചപ്പോൾ നല്ല ഇതായിട്ട് പിടിച്ച് അതിൽ നല്ലതായി വന്നു. അപ്പോൾ 65 പൊട്ടാറ്റോ 65 റെഡിയായി. നമ്മളിന്ന് ഉണ്ടാക്കിയ പൊട്ടാറ്റോ 65 ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അടിപൊളിയുണ്ട്. സൂപ്പർ പൊട്ടാറ്റോ 65 ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.